ഹലോ വെൽക്കം ടു ഡേ 12 ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് 1000 പെറ്റ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റെമോയാണ്. ആൻഡ് ഹീസ് എ ബിഷോൺ ഫ്രീസ്. ഇവരുടെ പൂർവികരായിട്ട് കരുതപ്പെടുന്നത് വാട്ടർ സ്പാനിയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോഗ് ബ്രീഡ് ആണ്. ആൻഡ് ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് സ്പെയിൻ ആണ്. അത്യാവശ്യം നല്ല കെയറും സപ്പോർട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15 to 20 ഇയേഴ്സ് വരെയൊക്കെ ഇവർക്ക് ലൈഫ് സ്പാൻ ഉണ്ട്. ഈവൻ ഒരു ലിത്വേനിയൻ ഇമ്പോർട്ട് ആണ്. ആള് ചില്ലറക്കാരനല്ല, ഈ പാവമായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഇവൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഒരു ഷോയ്ക്ക് ഇറങ്ങിയതാണ്. അതിലിപ്പോ മൾട്ടി BOB വിന്നർ ആണ്. അതുകൂടാതെ ഇപ്പോഴത്തെ ഇന്ത്യൻ ചാമ്പ്യനും ആണ്. റെമോ ഒറ്റയ്ക്കല്ല, റെമോന്റെ ഗേൾ ഫ്രണ്ട് റെക്സിയും കൂടി വന്നിട്ടുണ്ട് ലിത്വേനിയെന്ന്. പക്ഷെ ആളിപ്പോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കാരണം നമ്മൾ വീഡിയോക്ക് എടുക്കാത്തതാണ്. ബിഷോൺസിനെ പറ്റി പറയുമ്പോൾ ഇവര് വളരെ ചിയർഫുൾ ആയ, അഫെക്ഷനേറ്റ് ആയ, കഡ്ലി ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. ഇവര് നല്ല വൈറ്റില് നല്ല ബോബ ഐസൊക്കെ ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെറ്റാണ്. ഒത്തിരി എൻക്വയറീസ് ഉള്ള, ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു പെറ്റും കൂടിയാണ് ബിഷോൺ എന്ന് പറയുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ ഒരു കോമ്പാക്ട് സൈസ് വെച്ചിട്ട് സ്മോൾ അപ്പാർട്ട്മെന്റ്സിനും സ്മോൾ ഏരിയാസിനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഫാമിലി പെറ്റാണ്. വളരെ ചിയർഫുൾ ആയ, പ്ലേഫുൾ ആയ, അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു പെറ്റാണ്. ഇവര് അത്യാവശ്യം നല്ല സോഷ്യൽ ആയിട്ടുള്ള ഒരു പെറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് ആൾക്കാരോട്, മറ്റ് പെറ്റ്സിനോട്, കുട്ടികളോട് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യും. ഇവര് ക്യൂരിയസ് ആണ്, അതേസമയം ആങ്ഷ്യസും ആണ്. ആങ്ഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒത്തിരി സമയത്തേക്ക് നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. ലോങ് അവേഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഇല്ലാതെ വരികയാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ആങ്ഷ്യസ് ആവുകയും ഡിപ്രഷൻ, സെപ്പറേഷൻ ആങ്സൈറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബ്രീഡും കൂടിയാണ് ബിഷോൺ എന്ന് പറയുന്നത്. അവരുടെ മെയിൻ്റനൻസിനെ പറ്റി പറയുമ്പോൾ അവരുടെ കളർ, ആസ് യു ക്യാൻ സീ, ഇറ്റ്സ് പ്യോർ വൈറ്റ്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ എഫേർട്ട് ഇടുന്ന ഒരു കാര്യമാണ്. സ്പെഷ്യലി അവരുടെ ലെഗ്സിൽ നടക്കുമ്പോഴൊക്കെ മഡ് സ്റ്റെയിൻസ് വരാൻ സാധ്യതയുണ്ട്. അറ്റ് ദ സെയിം ടൈം മൗത്തിന് ചുറ്റുമുള്ള സലൈവ സ്റ്റെയിൻസും കണ്ണിന് താഴെയുള്ള ടിയർ സ്റ്റെയിൻസും വരാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് ഓഫ് ദി സ്റ്റെയിൻസ് നമുക്ക് ത്രൂ ഫുഡിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ഫുഡാണ് ഇവിടെ ഫീഡ് ചെയ്യുന്നതെന്നായിരിക്കും. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒരു ഇമ്പോർട്ട് ഫുഡാണ്. ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്രീമിയം കെയർ ഒരു ഫുഡ്, നേച്ചേഴ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. അതിന്റെ സുപ്പീരിയർ കെയർ വൈറ്റ് ഡോഗ്സിനുള്ള ഫുഡാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. അത് നാച്ചുറലി അവരുടെ ടിയർ സ്റ്റെയിൻസ് കുറയ്ക്കാനും സലൈവ സ്റ്റെയിൻസ് കുറയ്ക്കാനും അവരുടെ സ്കിൻ ആൻഡ് കോട്ട് നല്ല രീതിയിൽ ഫ്രം ദി ഇൻസൈഡ് ഹെൽത്തി ആയിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ടും എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ്. ഇവര് ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള ബ്രീഡാണ്. ഒത്തിരി ഷെഡിങ് ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ വലിയ അലർജീസ് ഒന്നും നമുക്ക് ഉണ്ടാക്കത്തില്ല. അറ്റ് ദ സെയിം ടൈം ഡെയിലി ബ്രഷിങ് ആവശ്യമുള്ള ഒരു ബ്രീഡാണ്. നല്ല പേഴ്സണൽ കെയർ കൊടുക്കണം. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ട്രെയിനിങ് റിക്വയർമെന്റ്സും നല്ല പ്ലേ ടൈമും ഇന്ററാക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതൽ ആവശ്യമുള്ള ഒരു ബ്രീഡും കൂടിയാണ് ബിഷോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റെമോനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു പെറ്റുമായി കാണാം. അൻടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.